വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ PSC. മക്കളെ, യൂണിവേഴ്സിറ്റി LGS പരീക്ഷ കഴിഞ്ഞ് നാളിതുവരെ നമ്മുടെ മാറാത്ത ഒരു സംശയമുണ്ട്. ഒന്നല്ല, ഒരുപാട് സംശയങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കാണുന്നത് കട്ട് ഓഫാണ്. ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ കയ്യിലെത്തുന്നത് വരെ നമ്മൾ ആ ഒരു നിമിഷം വരെ നമ്മൾ ടെൻഷൻ അടിക്കാം. ടെൻഷൻ എന്നോ കൺഫ്യൂസ് എന്നോ ആവലാതി എന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു വികാരം. അത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയവനും ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിയവനും ഒരേ തരത്തിലുള്ളതാണ് ആ ഒരു വികാരം. നമ്മളെ രീതി അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ മാർക്കിനുള്ളിൽ തന്നെ കട്ട് ഓഫ് വന്ന് ആ മെയിൻ ലിസ്റ്റിൽ നിന്ന് ഇടം പിടിക്കാൻ കഴിയണമെന്നാണ് ഓരോ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിയുടെ മനസ്സിലുള്ളത്. പക്ഷേ അതിന് കുറച്ച് ശമനം നൽകിക്കൊണ്ട് നമ്മളൊക്കെ കുറച്ച് നാളുകൾ കൊണ്ട് ഉറക്കം എഴുന്നേൽക്കുന്നത് അതിർത്തി തർക്കവുമായിട്ടാണല്ലേ. അതിർത്തി എന്തായി, അതുപോലെ തന്നെ കീലസന്ധി എന്തായി തുടങ്ങിയ തെറ്റായ ഉത്തരങ്ങളും, അതുപോലെ തന്നെ കലാമണ്ഡലം, രുചിര കമ്പനി തുടങ്ങിയ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത ചർച്ചകളുമായിട്ടാണ്. പക്ഷേ ഈ കട്ട് ഓഫ് ചർച്ചകളും അതുപോലെ തന്നെ നമ്മുടെ അതിർത്തി തർക്കവുമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ പരീക്ഷ എഴുതി നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്: വേക്കൻസി. കാരണം ഈ വേക്കൻസിയാണ് നമ്മുടെ ലിസ്റ്റിൻ്റെ വലുപ്പവുമാണ് നമ്മുടെ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വേക്കൻസി കൂട്ടുക, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ സ്ഥിരം ക്ലീഷേ പോലെ പരീക്ഷ എഴുതുക, അതിനെ തുടർന്ന് അതിൻ്റെ കുറച്ച് കട്ട് ഓഫ് ചർച്ചകൾ നടത്തുക, വേക്കൻസികൾ വരും, അത് റിപ്പോർട്ട് ആയിക്കോളുമെന്ന് പറഞ്ഞ് ഇരുന്നാൽ പണ്ടത്തെ പോലെയുള്ള സിറ്റുവേഷൻ അല്ല നമുക്കിപ്പോൾ. നമുക്ക് CPO റാങ്ക് ലിസ്റ്റും അതിൻ്റെ സമരങ്ങളും ഒക്കെ നമ്മളെന്നും അത് കണ്ട് പരിചയിച്ചവരാണ്. സോ നമുക്ക് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മുടെ കട്ട് ഓഫിനെ ബാധിക്കും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ലിസ്റ്റിൻ്റെ വലുപ്പം കൂട്ടുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിനു മുമ്പ് ഞാൻ പറയട്ടെ, യൂണിവേഴ്സിറ്റി LGS പരീക്ഷ എഴുതിയവരാണോ എങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. അതിനോടൊപ്പം തന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയാവുന്നുവെങ്കിൽ നല്ല വാല്യുബിളായുള്ള കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ മറ്റുള്ളവർക്കും അത് ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് സഹായിക്കുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. യൂണിവേഴ്സിറ്റി LGS പരീക്ഷ എഴുതിയവരാണെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മക്കളെ, ഈ കട്ട് ഓഫിൻ്റെ തീരുമാനമൊക്കെ വരുന്നത് നമ്മൾ എഴുതിയ പരീക്ഷയല്ല, പകരം എത്ര വേക്കൻസി റിപ്പോർട്ടഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടാണ് എപ്പോഴും ഒരു കട്ട് ഓഫും അതിന് ആനുപാതികമായ ഒരു ലിസ്റ്റ് ഇടുന്നത്. ഈ വേക്കൻസി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇവിടെ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മുടെ ആകെയുള്ള ഒരു ടെൻഷൻ എന്താണ്, കട്ട് ഓഫ്, അത് കുറയുകയും ചെയ്യും. അപ്പോൾ കട്ട് ഓഫ് ആണെങ്കിലും എന്ത് തന്നെയാണ്, വേക്കൻസിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേക്കൻസി കൂടുമ്പോൾ അവിടെ വേക്കൻസി കൂടുന്നതിന് അനുപാതികമായിട്ട് ലിസ്റ്റ് വലുതാകുമ്പോൾ അവിടെ കട്ട് ഓഫ് കുറയും എന്നുള്ളതാണ്. അതാണ് കട്ട് ഓഫും ഈ പറഞ്ഞ വേക്കൻസിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 6 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിർത്തി തർക്കവുമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് നമ്മളല്ലേ, അതിർത്തി, കീലസന്ധി തുടങ്ങിയ തെറ്റുത്തരങ്ങളുമൊക്കെ ആയിട്ട് കുറേ ചോദ്യങ്ങളും പ്രശ്നങ്ങളുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചലഞ്ച്, ഫൈനൽ ആൻസർ കീ റിവേഴ്സ്ഡ് വരുമോ എന്നൊക്കെയുള്ളതായിരുന്നു നമ്മുടെ അടുത്ത സംശയം. പക്ഷേ PSCയിൽ നമ്മൾ വിളിക്കുമ്പോൾ അവർ ഒരു നേരം പറയും വാല്യുവേഷൻ ആരംഭിച്ചു കഴിഞ്ഞു, ലിസ്റ്റ് ഏപ്രിലുണ്ട്, മെയിലുണ്ടെന്നൊക്കെ പറയും. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഇതേ PSC തന്നെ പറയും വാല്യുവേഷൻ സ്റ്റാർട്ട് ആയിട്ടില്ല എന്നുള്ളത്. പക്ഷേ നാളിതുവരെയും ഈ പറഞ്ഞ ഫൈനൽ ആൻസർ കീക്ക് ആവശ്യമായിട്ട് രീതിയിൽ ഒരു റിവേഴ്സിഡിനെ പറ്റി ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ അന്വേഷിക്കുന്നതിനകത്ത്. സോ ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഫൈനൽ എന്ന് തന്നെ നമുക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം PSCയുടെ ഭാഗത്തുനിന്ന് നമുക്കിതുവരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേഷനും നമുക്ക് അറിയാവുന്ന സോഴ്സ് വഴി നോക്കുമ്പോഴൊന്നും കിട്ടുന്നില്ല. കാരണം അവർ വാല്യുവേഷൻ തുടങ്ങിയെന്നും അതുപോലെ തന്നെ വാല്യുവേഷൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവർ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടികൾ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആൻസർ കീ തന്നെയാണ് ഫൈനൽ ആൻസർ കീ എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഈ പറഞ്ഞ കട്ട് ഓഫും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ഡിലീഷൻ, ചോദ്യങ്ങൾ, തെറ്റുത്തരങ്ങൾ, അതിൻ്റെയൊക്കെ പിന്നിൽ പോകുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ വേക്കൻസി എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മറന്നു പോകുന്നു. കാരണം നമ്മൾ 2022 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മുതൽ നമ്മൾ പറഞ്ഞും പറയാതെയും അറിഞ്ഞും അറിയാതെയും ഒഫീഷ്യലായും അൺഒഫീഷ്യലായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് 1000+ വേക്കൻസി ഉണ്ട് എന്നുള്ളത്. പക്ഷേ നാളിതുവരെ റിപ്പോർട്ടഡ് ആയിരിക്കുന്നത് വെറും 200+ വേക്കൻസി മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? റിപ്പോർട്ട് ചെയ്യാൻ ഒഴിവുകളില്ലേ?
ഒഴിവുകളുണ്ട്, പക്ഷേ ഇത് റിപ്പോർട്ടഡ് ആവുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പററിയിൽ അവിടെ നിരവധി ആളുകൾ, അത് ഒരു പാർട്ടിയല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ അവിടെ ടെമ്പററിയായി ജോലി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവരെ പിണക്കിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ പിണക്കിയിട്ട് ഒരു പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു 1000-ലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനങ്ങളാണ് ഇപ്പോൾ എല്ലാ തീരുമാനങ്ങളും നമ്മൾ നടത്തുന്നത് നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ, അതായത് ടെമ്പററിയിലുള്ളവർ മിടുക്കന്മാരാകുകയും PSC പറഞ്ഞ സിലബസ് അനുസരിച്ച് പഠിച്ച് പരീക്ഷ എഴുതുന്ന നമ്മളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ മണ്ടന്മാരാവുകയും അല്ലേ അവിടെ ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞും പറയാതെയും കേട്ട ഒഴിവുകൾ നമുക്കില്ല എങ്കിൽ അത് ഒരു വലിയ നഷ്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ 200+ വേക്കൻസിയേക്കാൾ കൂടുതൽ ഒരു വേക്കൻസി എങ്കിലും കണ്ടെത്തി, കൂടുതലായി ഒരു വേക്കൻസി എങ്കിലും, അതായത് ഇനിയില്ല റിപ്പോർട്ടഡ്. കാരണം ഇത് റിപ്പോർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ടഡ് വന്നിരിക്കുന്നത് 2022-ലാണ്. അതിനുശേഷം ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇനി ഒരു വേക്കൻസി എങ്കിലും, ഒരാളെയെങ്കിലും അധികമായി ജോലിയിൽ കയറ്റാൻ ശ്രമിക്കുന്ന ഒരു ടീം നമുക്കിപ്പോൾ സെറ്റാണ്. എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല. വെരിഫൈഡ് ഗ്രൂപ്പ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഒരു ടീം നമുക്ക് സെറ്റാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ യൂണിവേഴ്സിറ്റി LGSൻ്റെ സ്റ്റേറ്റ് വൈഡ് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. അതുവഴി ഒരുപാട് പേർ എൻ്റെ വീഡിയോ കണ്ടിട്ടും അല്ലാതെയുമൊക്കെ അതിലേക്ക് ജോയിൻ ചെയ്യുകയുണ്ടായി. പക്ഷേ ഭാഗ്യവശാൽ അതൊരു വെരിഫൈഡ് ഗ്രൂപ്പ് അല്ലായിരുന്നു. സോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ താൽക്കാലികക്കാരും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഡയറക്റ്റായിട്ട് ഈ ഒരു ഗ്രൂപ്പിലേക്ക് കയറുകയും അവിടെ ഈ പറഞ്ഞ നമ്മളെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കട്ട് ഓഫിൻ്റെ അനാവശ്യമായ ചർച്ചകളും അതുപോലെ കേസ് ഫയൽ ചെയ്യണം, കേസ് കൊടുക്കണം, ലിസ്റ്റ് സ്റ്റേ ചെയ്യിക്കണം, കാരണം നമ്മൾ പഠിച്ചെഴുതിയ നമ്മുടെ 2 മാർക്കാണ് 1 മാർക്കാണ് എന്നുള്ള ചർച്ചകളും അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് ചർച്ചകളും, വേക്കൻസി കുറവാണ്, നമുക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതിയ നമ്മളുടെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ കാണാൻ കഴിയും. അപ്പം ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് ഈ യൂണിവേഴ്സിറ്റി LGSൻ്റെ എക്സാം എഴുതി വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തവർക്ക് ഈ ഒരു നെഗറ്റീവ് അത്ര സുഖം ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ അഭ്യർത്ഥന പ്രകാരം ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ അതിൻ്റെ അഡ്മിൻസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടൊരു വെരിഫൈഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി LGSൻ്റെ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പരീക്ഷ എഴുതിയവരാണ് നിങ്ങളെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുക എന്ന്. സോ ഈ ഒരു വെരിഫൈഡ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ നിബന്ധനകൾ അല്ലെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി വായിച്ചതിന് ശേഷം അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഐഡിയയിൽ ഏതെങ്കിലും ഒരു ഐഡിയയിലേക്ക് മാത്രം അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെരിഫൈഡ് ഗ്രൂപ്പിലേക്ക് പോകാം. അപ്പോൾ അവിടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടെമ്പററിക്കാരോ അല്ലെങ്കിൽ പരീക്ഷ എഴുതി ഒരു ജോലിക്കായി കാത്തിരിക്കുമ്പോൾ നെഗറ്റീവുമായിട്ട് ചൊല്ലുന്നവരോ ഉണ്ടാകില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്യുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നത്, ആ ഒരു വെരിഫൈഡ് ഗ്രൂപ്പിലേക്ക് പോകുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നത്, ദൈവത്തെ ഓർത്ത് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അവിടെ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ട് ഓഫിൻ്റെ ചർച്ചകളോ അല്ലെങ്കിൽ മറ്റ് കേസിൻ്റെയോ കീലസന്ധിയോ അതിർത്തിയോ ഒക്കെ മറന്നേക്കുക. ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള RTA വർക്കുകളും അതുപോലെ തന്നെ ഫീൽഡ് വർക്കുകളുമൊക്കെ ആ ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പം ഫീൽഡ് വർക്കിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, ജോലിക്ക് വേണ്ടി അത്ര സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നവരാണ്, അല്ലെങ്കിൽ ഫീൽഡ് വർക്കിന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീൽഡ് വർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. RTA കൊടുത്തു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഒരു RTA കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ എന്തുകൊണ്ടും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പോവാം. അപ്പോൾ അവിടെയാണ് ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി LGSനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കമൻറ്റിൽ ഞാനത് പിൻ ചെയ്തിരിക്കാം. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐഡിയയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെ നിന്നാണ് ഇനി പുതിയ അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മളൊരു കൂട്ടായ്മയാണ്, കാരണം കുറച്ച് ആൾക്കാരൊന്നും അല്ല പരീക്ഷ എഴുതിയിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ഒരു 48,000+ ആൾക്കാരുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇത് ജോയിൻ ചെയ്യുക, അതിൻ്റെ വർക്കുകൾ നടക്കട്ടെ. പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ഇനി വരുന്ന പരീക്ഷകൾക്ക് യൂണിവേഴ്സിറ്റി LGS മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഒരുപാട്
വേരിയസ് LGS, LDC, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA. ഞാനിതിന് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, കേരള ബാങ്കിൻ്റെ ഓഫീസ് അറ്റൻഡൻറ്റ്. അങ്ങനെ ഒരുപാട് ഒരു 2024 എന്ന് പറയുന്നത് PSC പരീക്ഷകളുടെ ഒരു പെരുമഴക്കാലം തന്നെയാണ്. അതിലേതെങ്കിലും ഒന്നിൽ നമുക്കൊന്ന് നനഞ്ഞ് കുളിച്ച് കയറി ജോലിക്ക് എവിടെയെങ്കിലും കയറണം എന്നുള്ള ചിന്താഗതിയുമായിട്ട് ഇതൊരു സൈഡിൽ കൂടെ തന്നെ പോകണം. അതിനോടൊപ്പം തന്നെ പഠനവും നടത്തണം. നമ്മുടെ ചാനൽ SCRT ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഈ വരുന്ന പരീക്ഷകൾക്കും നല്ലൊരു റാങ്ക് വാങ്ങി നല്ലതുപോലെ പെട്ടെന്ന് തന്നെ എല്ലാവരും ജോലിയിൽ കയറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക്